റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില ഷോർട്ട് കട്ട്സുകൾ പറഞ്ഞിരുന്നു. 3 ഷോർട്ട് കട്ട്സുകൾ പറഞ്ഞിരുന്നു. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനൊക്കെ ആവശ്യമായ ഷോർട്ട് കട്ട്സുകളായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് 4ാമത്തെ ഷോർട്ട് കട്ട്സാണ് പറയുന്നത്. ദ നമ്പർ ഓഫ് ഓൺ-ടു ഫങ്ഷൻ defined from finite set A containing m elements onto finite set P containing n elements. നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ m എലമെൻസും ഇവിടെ 2 എലമെൻസും ആണെങ്കിൽ നമ്മൾ 2n-2 എന്ന് പറഞ്ഞിരുന്നു. 2m-2 അല്ലേ? ഇവിടെ 5 എലമെൻസും ഇവിടെ 2 എലമെൻസും ആണെങ്കിൽ 2⁵ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 30 ഓൺ-ടു ഫങ്ഷൻസ് ഉണ്ടാക്കാമെന്ന് പറയാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ m എലമെൻസും ബി സെറ്റിൽ 2 എലമെൻസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. 2 എലമെൻസ്. അപ്പം 2m-2 പെട്ടെന്ന് കാണാം. 5 എലമെൻസ് ആണെങ്കിൽ 2⁵ ദാറ്റ് ഈസ് 32 - 2 30 ഓൺ-ടു ഫങ്ഷൻസ് ഉണ്ടാക്കാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ 2 എലമെൻസ് അല്ല, ചിലപ്പോൾ എലമെൻസ് കൂടാം അല്ലേ? ബി സെറ്റിൽ 3 എലമെൻസ് വരാം, 4 എലമെൻസ് വരാം അല്ലേ? അങ്ങനെയൊക്കെ വരാം. അങ്ങനെയുള്ള അതിൻ്റെ നമ്പർ ഓഫ് ഓൺ-ടു ഫങ്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട റിസൾട്ടാണ് n⁻m - nc1 n-1m പ്ലസ് nc2 n-2m എക്സെട്ര എക്സെട്ര -1n-1 nc(n-1) 1m. അപ്പം ഒരു എക്സാമ്പിള്, എ എന്നൊരു സെറ്റിൽ 1, 2, 3 എലമെൻസ് ഉണ്ട് എന്ന് കരുതാം അല്ലേ? ബി എന്നൊരു സെറ്റിൽ 2 എലമെൻസ് ആണ്, PQ ആണെന്ന് കരുതാം. ഇത് നമ്മൾ കഴിഞ്ഞ റിസൾട്ട് പ്രകാരം നമുക്ക് ചെയ്യായിരുന്നു അല്ലേ? കഴിഞ്ഞ റിസൾട്ട് പ്രകാരം നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 2⁵3 ഇവിടെ 3 എണ്ണം മൈനസ് 2 എണ്ണം ആണെങ്കിൽ മൈനസ് ചെയ്താൽ മതി. 8 - 2 6 എന്നായിരുന്നു കിട്ടിയിരുന്നത്. അത് ഈ റിസൾട്ട് വെച്ചിട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ 2 എലമെൻസ് മാത്രമാണെങ്കിലേ എങ്ങനെ ചെയ്യാൻ പറ്റൂ അല്ലേ? ഈ റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ 3 എലമെൻസും 4 എലമെൻസും ഒക്കെ വന്നാൽ, ബിയുടെ എലമെൻസ് 2 കൂടുതൽ വന്നാൽ ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് ഇത്. അപ്പോൾ 2 ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഈ 6 കിട്ടണ്ടേ? നോക്കാം. n എന്താ ഇവിടെ? ഇവിടെ m എത്രയാ? 3 ആണ് അല്ലേ? n എത്രയാ? 2 അല്ലേ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ m, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി n ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്യുക. 2⁵3 അല്ലേ? n⁻m 2⁵3 മൈനസ് nc1. വാട്ട് ഈസ് nc1? എന്നതാണ് 2c1 n-1. വാട്ട് ഈസ് n-1? n1 2 ആണ്. അപ്പോൾ n-1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അവിടെ വരെ മതി. ഇതാ n1 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തണം. ഇത് എവിടെ വരെ കൊണ്ടുപോകാം? അതിനെ 1 വരെ കൊണ്ടുപോകണം അല്ലേ? അപ്പം ഇങ്ങനെ കിട്ടി. അപ്പോഴെന്ത് കിട്ടി? ദാറ്റ് ഈസ് 8 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അതാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ് കിട്ടിയ 6. പക്ഷേ ഇവിടെ 2 എലമെൻസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യുക. 2⁵3 - 2 6 എന്ന് നമ്മൾ പറഞ്ഞതാണ്. അതേസമയത്ത് ഇവിടെ സപ്പോസ് PQR ആണെന്ന് കരുതുക. PQR 3 എലമെൻസ്. അപ്പം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ 2⁻n-2 ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കണം. ഇവിടെ m = 3, n = 1, 2, 3 അല്ലേ? 3 അങ്ങനെ വരും. അങ്ങനെ വന്നാലോ
നമ്മളിവിടെ ചെയ്യുക 3 മൈനസ് NC1 3C1 അല്ലേ n minus 1. What is n minus 1? 3 minus 1. 3 minus 1. 2 raised to m. What is m? m എത്രയാ? 3. അല്ലേ 3 പ്ലസ് അല്ലേ 3C2 n minus 2 അല്ലേ n minus 2 means 3 minus 2. 3 minus 2. 1 raised to m. 3. 1 വരെ കൊണ്ടുപോകണം അതിനെ അല്ലേ അപ്പം എന്ത് കിട്ടി ദാറ്റ് ഈസ് 27 മൈനസ് 8 into 3 24 പ്ലസ് ഇവിടെ 8 into 3 അല്ലേ വരിക 2 cube 8 ആണ് 3C1 3 ആണ് 3 into 8 24 ഇവിടെയോ 3C2 1 ആണ് 3C2 3 into 1 cube 3 എന്ന് കിട്ടി അല്ലേ അപ്പോൾ 27 മൈനസ് 24 3 പ്ലസ് 3 എന്ത് കിട്ടും 6 on 2 ഫങ്ഷൻസ് വരയ്ക്കാം ഇനി എയിൽ 4 എലമെൻറ്റ്സ് ആണെന്ന് കരുതുക ബിയിൽ 3 എലമെൻറ്റ്സ് അപ്പോൾ ഈ ഫോമിൽ യൂസ് ചെയ്താൽ എന്താ വരിക 3 raised to 4 മൈനസ് അല്ലേ NC1 മീൻസ് what is n 3C1 അല്ലേ n minus 1 n minus 1 means 2 raised to m means 4 plus NC2 3C2 അല്ലേ n minus 2 what is n minus 2 3 minus 2 1 അല്ലേ raised to what is m 4 that is equal to this 81 ഇതെന്താ വരിക 16 into 3 48 3C1 3 into 1 3 അപ്പോൾ എന്ത് കിട്ടി 81 മൈനസ് 48 അപ്പോൾ 33 പ്ലസ് 3 അപ്പോൾ 36 അപ്പോൾ 36 on 2 ഫങ്ഷൻസ് നമുക്ക് 4 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിൽ നിന്ന് 3 എലമെൻറ്റ്സ് ഉള്ള മറ്റൊരു സെറ്റിലേക്ക് നമുക്ക് വരയ്ക്കാൻ കഴിയും Fifth one, the number of bijections from a finite set A onto a finite set B is NA factorial. Number of elements in A ആണ് n of A. n of A factorial. If n of A is equal to n of B. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിലോ n of A equal to n of B ആണെങ്കിൽ ഇത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 0 എന്നാണ്. ഫോർ എക്സാമ്പിൾ A is equal to 1 2 3 B is equal to PQ ഇവിടെ n of A is equal to n of P അല്ലല്ലോ അപ്പോൾ നമ്പർ ഓഫ് ബൈജെക്ഷൻസ് എത്ര ഉണ്ടാവും ഫ്രം A to B is 0 നമ്പർ ഓഫ് ബൈജെക്ഷൻസ് 0 ആയിരിക്കും ഇവിടെ രണ്ട് ഈക്വൽ അല്ല n of A equal to n of B ആണെങ്കിൽ മാത്രമേ ഇതിന് ബൈജെക്ഷൻസ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഇല്ല അതുകൊണ്ട് ഇത് 0 ആയിരിക്കും നമ്പർ ഓഫ് ബൈജെക്ഷൻസ് ഈക്വൽ ടു 0 സപ്പോസ് A is equal to 1 2 B is equal to PQR ഇപ്പോഴോ നമ്പർ ഓഫ് ബൈജെക്ഷൻസ് ഇവിടെ ശരിയല്ലല്ലേ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ A ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ B അപ്പോൾ ഇവിടെയും നമ്പർ ഓഫ് ബൈജെക്ഷൻസ് 0 ആണ് ഇനി A is equal to 1 2 3 P is equal to PQR. Then number of bijections എന്താ വരിക number of bijections equal to n of A equal to n of B ആണെങ്കിൽ na factorial ആണ് this factorial 3 factorial അല്ലേ 3 factorial is equal to 3 into 2 into 1 that is 6 അപ്പോൾ 6 bijections ഉണ്ടാവും number of bijections equal to 6 അപ്പോൾ എങ്ങനെയാണ് number of bijections കാണേണ്ടത് ആറാമത്തതാണ് ഇഫ് സെറ്റ് ഹാസ് n എലമെൻറ്റ്സ് ഒരു സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെന്ന് കരുതുക ദ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് ഓൺ എയിലുള്ള ബൈനറി ഓപ്പറേഷൻസിൻ്റെ നമ്പർ എത്രയായിരിക്കുന്നതാണ് അതാണ് n raised to n square ആണ് ഫോർമുല
n raised to n square. Suppose a is equal to 1, 2, 3 ആണെന്ന് കരുതുക. 1, 2, 3. What is n? 3 ആണ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് 3 raised to 3 square. 3 raised to 3 square. ഇത്രയും ബൈനറി ഓപ്പറേഷൻസ് കിട്ടും. 3 raised to 3 square എന്ന് കിട്ടും. അപ്പോൾ a is equal to 1, 2 ആണെന്ന് കരുതുക. a is equal to 1, 2. എത്ര ബൈനറി ഓപ്പറേഷൻസ് കിട്ടും? n is equal to 2 ആണ്. 2 raised to 2 square. അല്ലേ? 2 raised to 2 square. 2 square 4, that is 16 കിട്ടും. അല്ലേ? 2 square എത്രയാണ്? 4. That is equal to 2 raised to 4 equal to 16. ഇവിടെയാണെങ്കിലോ 3 raised to 9. അല്ലേ? 3 square 9 ആണ്. അപ്പോൾ 3 raised to 9 ബൈനറി ഓപ്പറേഷൻസ് നമുക്ക് ആ സെറ്റിൽ കിട്ടുന്നതാണ്. അല്ലേ? ഇൻവേഴ്സ് ഓഫ് എൻ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ. ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള ഷോർട്ട് കട്ടാണ്. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 3 ബൈ 4x പ്ലസ് 8 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, ഇതൊരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് കാണാൻ എന്താ ചെയ്യുക? ഇതും മാറ്റുക. 8 അവിടെ എഴുതുക, 2 ഇവിടെ എഴുതുക. എന്നിട്ട് സൈനും മാറ്റിക്കാള. ഇവിടെ +2 ആണ്, അത് -2 ആക്കുക. ഇവിടെ +8 ആണ്, -8 ആക്കുക. വേറെ വ്യത്യാസമൊന്നുമില്ല. -8x - 3 ബൈ 4x - 2. ഇതാണ് ഇൻവേഴ്സ് കാണാനുള്ള എളുപ്പമാർഗം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എയും ഡിയും അങ്ങോട്ട് മാറ്റി. ഡി ഇവിടെ വെച്ചു, എ ഇവിടെ വെച്ചു. ഇല്ലേ? ഇതിൻ്റെ സൈനും മാറ്റി. പിന്നെ ബിയും സിയും ഒക്കെ അതുപോലെ തന്നെയാണുള്ളത്. ഇതാണ് ഇൻവേഴ്സ് കാണുന്നത്. അല്ലേ? നോക്കുക എന്താ ചെയ്തത് നമ്മളിവിടെ. വേറെ എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 4x മൈനസ് പ്ലസ് 5 ബൈ 2x മൈനസ് 8. എന്താ ചെയ്യുക? ഈ 8 എടുത്ത് ഇവിടെ ഇടാം. അല്ലേ? 8 അവിടെ ഇട്ടു. പിന്നെയോ ഈ 4 ഇവിടെ ഇട്ടു. അല്ലേ? ഇതിൻ്റെ സൈന് മാറ്റിക്കള. ഇവിടെ -8 ആവുന്നേരം ഇവിടെ +8 വരും. -8 ആവുന്നേരം ഇവിടെ +8. 4 ആവുന്നേരം ഇവിടെ -4 വരും. വേറെ വ്യത്യാസമൊന്നുമില്ല. ബാക്കി അതുപോലെ എക്സ് ഒക്കെ അതുപോലെ എഴുതുക. ബൈ 2x - 4. അപ്പം ഇങ്ങനെയാണ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള എളുപ്പമാർഗം. അപ്പം നമ്മളിവിടെ കണ്ടോ, ഇതോട് മാറ്റി. അല്ലേ? ഡി എയും മാറ്റിയതാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ സൈനും ചേഞ്ച് ചെയ്തു. അപ്പോൾ അത് ശരിയാണോ നോക്കുക നമുക്ക്. നമ്മൾ സാധാരണ ചെയ്യൽ ഇങ്ങനെയായിരുന്നു. 4x + 5 ബൈ 2x - 8 ഇങ്ങനെ ചെയ്യുക. അല്ലേ? ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 2xy - 8y ഈക്വൽ ടു 4x + 5. അല്ലേ? അപ്പോൾ ഇതിങ്ങനെ മാറ്റും. 2xy - 4x ഈക്വൽ ടു 8y + 5 എന്ന് കിട്ടും. ഇവിടെ എക്സ് പുറത്തെടുത്തു. അപ്പോൾ 2y - 4 is equal to 8y + 5. Therefore, x is equal to 8y + 5 by 2y - 4. അല്ലേ? അപ്പം 8y + 5 എക്സിൽ എടുക്കുകയാണെങ്കിൽ 8x + 5 അതല്ലേ കിട്ടിയത്. ബൈ 2x - 4, ദാറ്റ് ഈസ് 2y - 4 2x - 4 എന്ന് കിട്ടി. അപ്പം അങ്ങനെയാണ്. ഇത് രണ്ടും സെയിം ആണ്. അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? എക്സിൻ്റെ ഇവിടെ ഇത് രണ്ടും കൂടി അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു. അല്ലേ? ഈ റാഷണൽ ഫംഗ്ഷൻ ആണത്. ഇതിൻ്റെ ഇൻവെർട്ടിബിൾ ഇങ്ങനെയാണ്. ഇത് ഇങ്ങോട്ട് മാറ്റുക, ഇത് ഇങ്ങോട്ട് മാറ്റുക. 8 ഇങ്ങോട്ട് മാറ്റി, 4 ഇങ്ങോട്ട് മാറ്റി. പിന്നെ സൈനും മാറ്റണം. ഇവിടെ -8 ആണ്, അത് +8 ആവും. ഇവിടെ 4 ആണ്, ആ 4 ഇവിടെ
-4 ആവും. ബാക്കി അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണാൻ, അത് ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഇൻവേഴ്സ് കാണാൻ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 7 ഷോർട്ട് കട്ട്സാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വളരെ അധികം പ്രധാനപ്പെട്ട ഒന്നാണ്.